സങ്കരമംഗലം ശങ്കുലിനാദം മുഴങ്ങുമ്പോൾ മനസ്സിലെ സങ്കടമകന്നു പോകും. ശങ്കരാ ശങ്കരമംഗലം ശിവ ശങ്കരാ. ശങ്കരനാമം പരമപവിത്രം ശങ്കരനാമത്തിൽ അറിയുന്ന നാടും. ശങ്കരനാമം പരമപവിത്രം ശങ്കരനാമത്തിൽ അറിയുന്ന നാടും. ശങ്കരനാമം ഉരുവിട്ടുകൊണ്ടേ ശങ്കരമംഗലത്തെത്തൂ. ശങ്കരാ ശങ്കരമംഗലം ശിവ ശങ്കരാ. പടിഞ്ഞാറിൻ മുഖവുമായി പട്ടാമ്പി ദേശത്തിൽ ശങ്കരനാമത്തിലൊരമ്പലമുണ്ട്. ശങ്കരമംഗലം ശിവ ശങ്കരാ. ശബരിഗിരീശ്വരകണ്ഠനാമങ്ങളും അയ്യപ്പൻ വിളക്കും നാളങ്ങൾ പരത്തുന്ന മതസൗഹാർദ്ദത്തിൽ കെട്ടുറപ്പേകുന്ന ഉത്സവഘോഷങ്ങൾ നടത്തുമി തിരുമുറ്റും. നമ്മളൊന്നാണെന്ന ബോധമുൾക്കൊള്ളുന്നോരമ്പലവാസികളെ, ഇവിടുത്തെ ശക്തിയാണോരോ മനസ്സിലും ബോധമുണർത്തുന്നതും. ശങ്കരാ ശങ്കരമംഗലം ശിവ ശങ്കരാ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ സുരേഷ് ബാബു വള്ളൂർ. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നത് വള്ളൂർ ശിവക്ഷേത്രത്തിൽ ഞാൻ കൊടിക്കുന്ന് ഭഗവതിയെ കുറച്ച് വരികൾ പാടിവിട്ടായിരുന്നു. അതിന് കിട്ടിയൊരു സമ്മാനമാണിത്. പക്ഷെ ഞാൻ പാടിവിട്ടത്, ഇപ്പോൾ നിങ്ങൾ കണ്ട പാടിവിട്ടത് പിന്നെ ശങ്കരമംഗലത്തെയാണ്. ശങ്കരമംഗലത്ത് പോയിട്ട് പാടിയ സമയം കുറേ ആളുകൾ പോയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. ആദ്യം ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ഒരു 6-7 മണി സമയങ്ങളിൽ. പക്ഷെ അവിടെ ഒരുപാട് കുട്ടികൾ പുറപ്പെട്ടിട്ട്, ഞാൻ ആദ്യം പേര് കൊടുത്തില്ല, അതാണ് വേറെ സത്യം. അത് ഇവിടെ അതെ, വള്ളൂരും അതെ, വള്ളൂരും ഗ്യാപ്പിലാണ് കയറിയത്. ഞാൻ ആദ്യമേ പേര് കൊടുക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കലാപരിപാടികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കുട്ടികൾ എല്ലാ വക കലാപരിപാടികളും നടത്തി വരുന്നുണ്ട്. അപ്പം അതിന് സമയം ഉണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോൾ അത്ര വലിയ കാര്യമാക്കില്ല, പേര് കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ പുറപ്പെട്ട് കണ്ടപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ ഗ്യാപ്പ് ഉണ്ട് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വള്ളൂർ വന്നു. വള്ളൂർ വന്നപ്പോൾ നമ്മുടെ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ കുറച്ച് വരികൾ ഉണ്ടായിരുന്നു. അത് ഞാൻ 4-ാം തീയതി കഴിഞ്ഞ് വിടണ്ട്. എന്തായാലും ഞാൻ പാടി വിടാം. അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ വേണം എനിക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് പോകാൻ പറ്റില്ല. 4-ാം തീയതി ഞങ്ങളുടെ ഇവിടെ ഭഗവതി അമ്പലത്തിലെ പൂരമാണ്, ഈ മാർച്ച് 4-ന് കേട്ടോ. അപ്പോൾ അന്ന് സാധാരണ എല്ലാ വർഷവും ഞാൻ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകാറുള്ളതാണ്. കാരണം എൻ്റെ ഭാര്യയോട് അവിടെയാണ് കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് എൻ്റെ ഭാര്യയുടെ അമ്മ വർക്ക് ചെയ്യുന്നത്. അവിടെ ദേവസ്ഥത്തിലാണ്. പിന്നെ കാർത്തിയായനി എന്ന് പറയും. പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വിട്ടതാണ് എനിക്ക് കിട്ടിയ പ്രസൻറ്റേഷൻ എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. പിന്നെ വള്ളൂർ ഭഗവതി ക്ഷേത്രത്തിലെ വരികളുണ്ട്. അതിപ്പോൾ ഞാൻ ഈ നമ്മുടെ പൂരം കഴിഞ്ഞിട്ടാണ് വിടുള്ളൂ. അപ്പോൾ എല്ലാം അവിടെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിട്ടത് ഞാൻ ശങ്കരമംഗലത്തിന്. പക്ഷെ കുറേ ആളുകൾ കേൾക്കാനുണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ ഒരു സംബന്ധമായിട്ടുള്ള കുറച്ച് വരികളാണ്. പക്ഷെ കുറച്ച് വൈകി അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വള്ളൂരത്തെ പരിപാടിയും കഴിഞ്ഞിട്ട് അവിടെ എത്തി. അപ്പം ഞാൻ ഇതൊരു വോയിസിലായിട്ട് പറയാം എന്ന് മനസ്സിലാക്കി തരാം എന്നുള്ളൂ. കാരണം നിങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്നത് വള്ളൂരുള്ള ശിവരാത്രി ഇതിൻ്റെ മഹോത്സവം എന്നുള്ള കാണുള്ളൂ. അപ്പം ഞാൻ പാടി വിടുന്നത് ശങ്കരമംഗലത്തെയാണ്. സത്യത്തിൽ ഞാൻ ആ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പാടുക എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു.
പക്ഷെ ഒരുപാട് കുട്ടികൾ അവിടെ പുറപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ നമ്മൾ കയറിയിട്ട് അവർ കഷ്ടപ്പെട്ട് ഇതാക്കി പഠിച്ചിറങ്ങിയല്ലേ. അപ്പം ഞാൻ ഇതൊരു വോയിസിൽ കൂടെ പറയാമെന്ന് വെച്ചു. ഓക്കെ, ശരി, എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസകൾ.